CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കെ പുതിയ സെക്രട്ടറി ആരാകും എന്ന കാര്യത്തിൽ ഔദ്യോഗിക പക്ഷത്ത് ആശയക്കുഴപ്പം തുടരുന്നു. ഇന്ന് രാവിലെ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പാനലിന് ഏകദേശ രൂപമായെങ്കിലും ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ ധാരണകളൊന്നുമായിട്ടില്ല. 3 ദിവസം നീണ്ടുനിന്ന CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന കാര്യത്തിൽ അവസാന മണിക്കൂറുകളിലും കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. സമ്മേളനത്തിന് മുൻപ് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A. പത്മകുമാറിന്റെയും KP ഉദയഭാനുവിന്റെയും പേരുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ഇവരിൽ ആര് സെക്രട്ടറിയാകുമെന്നതിൽ ഇനിയും ചർച്ചകൾ നടക്കുകയാണ്. പ്രതിനിധി സമ്മേളനത്തിൽ പോലും ഇവരെ രണ്ടുപേരെയും അനുകൂലിച്ചും എതിർത്തും ചർച്ചകളും നടന്നിരുന്നു. ഇതിൽ തന്നെ ഉദയഭാനുവിൻ്റെ പേരിനാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. അതിനിടെ പുതുതായി രൂപീകരിക്കപ്പെടുന്ന 32-അംഗ ജില്ലാ കമ്മിറ്റിയിലേക്ക് 2-ലധികം പുതുമുഖങ്ങൾ എത്തുമെന്നാണ് സൂചന. കോന്നി ഏരിയ സെക്രട്ടറി ദിനേശ്, തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് P. ആന്റണി എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. DYFI ജില്ലാ സെക്രട്ടറി റോഷൻ റോയ് മാത്യു, മഹിളാ അസോസിയേഷൻ നേതാവ് കോമള മനിരുദ്ധൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. ഇതിനു പുറമെ നിലവിലെ ജില്ലാ കമ്മിറ്റിയിലുള്ള A. ലോപ്പസ്, S. സുബഹ എന്നിവരെ ഒഴിവാക്കിയേക്കും. നിലവിലെ 34-അംഗ കമ്മിറ്റിയിൽ നിന്നും പ്രവർത്തന മികവില്ലാത്തതിന്റെ പേരിൽ കൂടുതൽ ഒഴിവാക്കലുകൾ നടക്കാനും സാധ്യതയുണ്ട്. പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ ഇന്നലെ സമ്മേളന വേദിയിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് രാവിലെ റാന്നി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഏകദേശ ധാരണയാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.